നമ്മളിനിപ്പോൾ ചൂരൽമലയിലേക്ക് തന്നെ പോകുമ്പോൾ അവിടെ മുഹമ്മദ് അസ്ലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിമാരടക്കം ഇന്നിപ്പോൾ ഉള്ള തെരച്ചിലിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ, അവിടെ എന്തൊക്കെ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അസ്ലം, അവിടെ ഇപ്പോൾ മന്ത്രിമാരടക്കം ഇന്നിപ്പോൾ ഈ ജനകീയ തെരച്ചിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. 8 മണിയാണ് പറഞ്ഞ സമയം. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ? സന്നദ്ധ പ്രവർത്തകർ മാത്രമാണോ ഇപ്പോൾ ഈ തെരച്ചിൽ രംഗത്തുള്ളത്? ജനകീയ തെരച്ചിലിന് വേണ്ടി സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ 6 സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അട്ടമല, നമ്മൾ ചൂരൽമലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുണ്ടക്കയിലേക്കും പുഞ്ചിരിവട്ടത്തേക്കും അട്ടമലയിലേക്ക് തന്നെയും തെരച്ചിലിലേക്ക് പോകും. പിന്നെ PK ഫിറോസ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഉള്ളവരാണ്. ഇന്നൊരു ജനകീയ തെരച്ചിലിലേക്കാണ് പോകുന്നത്, അല്ലെ? ഈ ഘട്ടത്തെ എങ്ങനെ നമ്മൾ കാണുന്നത്? അല്ല, ഇന്ന് തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കി നടത്താൻ വേണ്ടിയുള്ളൊരു പരിശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ബന്ധുക്കളായിരുന്ന ആളുകൾ, ഈ മണ്ണിനടിയിൽ പെട്ടുപോയവരിൽ ബാക്കിയുള്ളവർ ക്യാമ്പുകളിലായിരുന്നു. അവരൊന്നും പലരും ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ അവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു അവസാന ഘട്ടത്തിലുള്ള ഒരു പരിശ്രമത്തിലാണ് ഇന്ന്. ഏതെങ്കിലും നിലക്ക് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അവർ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ അവരുടെ വീട് നിന്നിരുന്ന ലൊക്കേഷൻ ഒരുപാട് ആളുകൾ ഇനിയും കിട്ടാനുണ്ട്, കാണാതായവരുണ്ട്. അപ്പോൾ ഈ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് കൃത്യമായി മനസ്സിലാവുക എങ്ങനെയായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്, അവരുടെ വീട് എങ്ങനെയായിരുന്നു. പുറത്തുനിന്ന് വരുന്ന തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് അത് മനസ്സിലാകില്ല. അപ്പോൾ അവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വൈറ്റ് വോളണ്ടിയേഴ്സ് ആണ്, എല്ലാ വിഭാഗത്തിന്റെ വോളണ്ടിയേഴ്സ് എല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. നാട്ടുകാരും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ മുണ്ടക്കൈയും അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ തെരച്ചിലിന്റെ പ്രത്യേകത നാട്ടുകാരുടെ കൂടി സാന്നിധ്യത്തിൽ നടത്തുന്ന തെരച്ചിൽ എന്നുള്ളതാണ്. ഈ മുണ്ടക്കൈ ആളുകളാണെന്ന് തോന്നുന്നു, അല്ലെ? ഇപ്പോ ചൂരൽമലയുള്ള നാട്ടുകാരാണ്. ശരിക്കും നിങ്ങൾ ആദ്യം പോലെ ഉള്ള ആൾക്കാരാണ്, നമ്മൾ കാണുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോ ഇവർക്ക് നേതൃത്വം കൊടുക്കല്ലേ, അവർക്ക് പറഞ്ഞു കൊടുക്കണം, സ്ഥലം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറെ ആൾക്കാർ വരാണ്ട് ക്യാമ്പിലുള്ളവർ. ഇപ്പൊ നമ്മള് കുറെ ആൾക്കാർ ക്യാമ്പിലുള്ളവരാണ്. അപ്പൊ രാവിലെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2-3 ആൾക്കാർ പോയി, വില്ലേജ് റോഡിന് പോയി. ഇനിയിപ്പോ ബാക്കിയുള്ളവരാണ് ചൂരൽമല പ്രദേശവാസികളാണ്. മുണ്ടക്കായത്തേര് കുറെ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും അവർ ചെയ്ത് കൊടുക്കും. കാരണം എങ്ങനെ വെച്ചാൽ സ്ഥലങ്ങൾ ശരിക്കും നിങ്ങൾക്കുള്ള അറിയാം എവിടെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്, മറ്റു താമസങ്ങളുണ്ട്. അപ്പൊ വില്ലേജ് ഓഫീസർ തന്നെ പറഞ്ഞ നിങ്ങൾ മുന്നിൽ നിന്നാലേ മറ്റവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിനുള്ള ആൾക്കാർ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി വാഹനമൊന്നും ഇല്ലാത്തവരാണ്, ക്യാമ്പിലുള്ളവരാണ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ട്. ഇന്നത്തെ തെരച്ചിലിന്റെ പ്രത്യേകത തന്നെ ഈ നാട്ടുകാരാണ്. ശരിക്കും ഈ തെരച്ചിൽ നിങ്ങൾ ഇവിടെ ചൂരൽമലയാണോ? ചൂരൽമല പ്രദേശത്തുള്ളതാണ് ഞങ്ങൾ. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതൽ ഇന്ന് വരെയുണ്ട്. ഞങ്ങൾ പരപ്പംപാറ വരെ പോയിട്ടുണ്ട്. നിലമ്പൂർ പരപ്പംപാറ മുകളിൽ മുതൽ പരപ്പംപാറ വരെ പോയി. ഇവിടുന്ന് കാരുണ്യ റെസ്ക്യൂ ടീമിന്റെ നയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ ആളുകൾ മുഴുവൻ തന്നെ ഇപ്പോഴും അവരുള്ളത് ഒരു രാത്രി പകലൊന്നുമില്ലാതെ എല്ലാ ടൈമിലും ഞങ്ങളിത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പൊട്ടി വന്ന സമയത്ത് ഒരു 6 മാസമായ കുഞ്ഞിനെ വരെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതേ കറക്റ്റ് ടൈമിന്. അതിനുശേഷമാണ് പിന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അഗ്നിശമന സേനയും എല്ലാവരും റെസ്ക്യൂ ആളുകൾ എത്തിയത്. ഏറ്റവും ഫസ്റ്റ് എത്തിയ ആളുകളാണ് ഞങ്ങളൊക്കെ. ശരിക്കും നിങ്ങളുടെ ഉറ്റവരും നിങ്ങളുടെ സുഹൃത്തുക്കളാണ് പോയത്, എന്നിട്ട് പോലും നിങ്ങൾ ഇതിന്റെ ഭാഗമാണ്. കുടുംബത്തിൽ 12 ആൾ വരെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ കളിക്കൂട്ടുകാരും സുഹൃത്തുക്കളും ഞങ്ങളെ കാരുണ്യ റെസ്ക്യൂവിൽ പ്രവർത്തിക്കുന്ന നസീർ എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന് 2 മക്കളും ഉമ്മയും വാപ്പയും എല്ലാവരും തന്നെ പോയിട്ടുണ്ട്. ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ ആളുകളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം വെച്ചാൽ നമ്മളെ ഉറ്റവരും ഉടയവരും ഞങ്ങളുടെ നാടാണ് പോയിട്ടുള്ളത്. നമ്മുടെ നാടാണ് നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് നമ്മുടെ കുടുംബം. ആ കുടുംബങ്ങളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്റെ സഹോദരൻ വിജയ് എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് 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 നമ്മളെ കളിക്കൂട്ടുകാർ പോയിട്ട് ആ വേദനയിൽ നമ്മൾ എന്താക്കണം, മരവിച്ച മനുഷ്യൻ ഞങ്ങൾ ഇന്നും അവരെ തെരഞ്ഞുകൊണ്ടിരിക്കണം. ഉറ്റവരെ തെരഞ്ഞ് നടക്കുന്നൊരു സമയമാണ് ഞങ്ങളിപ്പോൾ. തീർച്ചയായും അവരുടെയൊന്നും വേദനകൾ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നതല്ല. അതേസമയം ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി അവർ മാറുന്നതോടുകൂടി കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് അവസാനഘട്ട തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെ പറയുന്നത് ടി സിദ്ദീഖ് MLA. നമ്മൾ ആദ്യം അന്ന് രാവിലെ വരുന്നത് മുതൽ തന്നെ ഇവിടെ വളരെ എല്ലാവർക്കൊപ്പം നിൽക്കുകയാണ്. ഇന്നൊരു ജനകീയ തെരച്ചിലാണ്. ആദ്യം മുതലുള്ള സമയം നമുക്ക് അറിയാം. 3 ദിവസം മുമ്പ് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുമായി ഞങ്ങൾ MLA-മാരുടെ, വയനാട്ടിലെ MLA-മാരുടെ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി IC ബാലകൃഷ്ണനും ഞാനും ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെയുള്ള ലോക്കൽ ആളുകളുടെ, കാരണം ഞങ്ങൾ ക്യാമ്പിൽ പോകുമ്പോൾ, ഞങ്ങൾ റിലേറ്റീവ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുടുംബം എവിടെയാണ് ചെളിയിൽ താഴ്ന്നത്, എവിടെയാണ് വീട് തകർന്നത്, എവിടെയാണ് അവർ ഒഴുകിപ്പോയത്. അപ്പോ അവർക്കറിയാം ഏറ്റവും കൂടുതൽ. അപ്പൊ ആദ്യത്തെ തെരച്ചിൽ പ്രവർത്തനം സൈന്യം സ്വാഭാവികമായി എല്ലാ ആളുകളെയും കൊണ്ട് കയറ്റിവിടാൻ പറ്റില്ല.
അതുകൊണ്ട് ഈ ഇപ്പൊ നടക്കുന്ന പ്രോസസ്സിൽ അവരെ കൂടെ പങ്കാളികളാക്കണം. അങ്ങനെ ഒരു മാസ് റിക്കവറി പ്രോസസ് ആരംഭിച്ചു. ഇത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും അത് ഉച്ചയോടുകൂടി അവസാനിപ്പിക്കേണ്ടി വരും. SPGക്ക് ഈ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. പരമാവധി നടക്കട്ടെ. അപ്പൊ ഇന്നലെ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച സെയിം പ്രോസസ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം. ജനകീയ തെരച്ചിൽ ഞായറാഴ്ചയും തുടരും. ജനകീയ തെരച്ചിൽ ഞായറാഴ്ചയും കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. എവിടെയെങ്കിലും വീട് തകർന്നത്, അപ്പോൾ ഇവർക്ക് ലൊക്കേഷൻ അറിയാം. ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ഇൻഡെപ്ത് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ കുറെ ആളുകളെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തം ഉറ്റവരും ഉടയവരും 131 ആളുകളെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നമ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവസാനം തങ്ങളുടെ മൃതശരീരമെങ്കിലും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് കിട്ടിയെന്ന് ആശ്വസിക്കാനുള്ള ഒരു വലിയ മൂവ്മെന്റ് ആക്കി ഇതിനെ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് പരമാവധി ഫലപ്രദമായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ഇന്ന് മാത്രമല്ല, ഞായറാഴ്ചയും തെരച്ചിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടുത്തെ ആളുകൾ അവർ തന്നെ അവരുടെ സ്ഥലങ്ങൾ പിന്നിൽ പോയി അവിടുത്തെ ആളുകളെ അല്ലെങ്കിൽ അവർക്ക് അറിയാം താമസിക്കുന്ന വീടുകളുണ്ടായിരുന്ന ആളുകൾ ലയങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അവിടെയുള്ള ആളുകളെയൊക്കെ പരമാവധി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അവരെ കണ്ടെത്തുക, ഒരു മൃതദേഹമുണ്ടെങ്കിൽ ആ ശരീരഭാഗങ്ങളെങ്കിലും കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഞായറാഴ്ച തുടരണമെന്നാണ് പറയുന്നത്. ശംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കറിയാം തുടക്ക ദിവസം മുതൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു തെരച്ചിലിന്റെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നത്? ശരിക്കും ഇന്ന് നമ്മൾ 11 മണി വരെയാണ് നമുക്ക് സമയം. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറച്ചു മുന്നേ അവർക്ക് സ്ഥലം SPGക്ക് കൊടുക്കേണ്ടി വരും അവരുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായി. അപ്പോൾ ഇന്ന് നമ്മൾ ലോക്കലി ഇവിടുത്തെ ആളുകൾ, ഈ റെസ്ക്യൂവിന് ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ക്യാമ്പിലായി നമുക്ക് ചെറിയ ആളുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ക്യാമ്പിലാണ്. പക്ഷെ അവർക്ക് അവരുടെ ഈ പ്രദേശം നന്നായി അറിയാവുന്ന ആളുകൾ, പിന്നെ സന്നദ്ധ പ്രവർത്തകർ, മുഴുവൻ സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് 11 മണി വരെയാണ് ഇന്നത്തെ തെരച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ വീട് നിന്ന പ്രദേശം, ആ വീട്ടിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആളുകളായിരിക്കും ഈ ഓരോ സംഘത്തിനോടൊപ്പം ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ തെരച്ചിൽ. ഇതിന്റെ നമുക്ക് ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. തീർച്ചയായും. കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതും ആ വീട് എവിടെയായിരുന്നു നിന്നത് എന്നുള്ളത് പൂർണ്ണമായി അറിയാവുന്ന ആളുകളാവുമ്പോൾ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ തിരയാൻ പറ്റും. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവരാരെങ്കിലും കൂടെ നമുക്ക് കമ്പനി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികൾ നമുക്ക് നമ്മൾ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കാരണം അത് HMLുമായി സംസാരിക്കേണ്ടി വരും. അവർക്കാണ് അതിന്റെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെവിടെയാണ് ലൊക്കേറ്റ്. അത് HML കൊടുത്ത സ്ഥലങ്ങളിൽ മാത്രമേ അവർ താമസിച്ചിട്ടുണ്ടാകും. അവർ പ്രൈവറ്റായി വേറൊരു സ്ഥലത്ത് അവർ താമസിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊരു കൺസോൾട്ടേറ്റ് ചെയ്തൊരു സ്ഥലമായിരിക്കും. ആ പാടികൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. അവർ ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ നിന്ന് അവർ തിരിച്ചു പോയിട്ടുണ്ട്. ഇനി അവരുടെ മുകളിലൊക്കെ മുണ്ടക്കെ പോകുന്ന ഭാഗത്ത് കുറെ പാടികൾ പൂർണ്ണമായിട്ട് ഇല്ലാതായി. അത് ഇവിടുത്തെ ലോക്കൽ നമ്മളവിടുത്തെ ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന പാടികളാണ്. അതറിയാവുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇനി ഞായറാഴ്ചയും ഇത് കണ്ടിന്യൂ ചെയ്യും. ഞായറാഴ്ച കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ മികച്ച രീതിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ഊർജിതമായ തെരച്ചിൽ ഉറപ്പായും ഉണ്ടാകും. തീർച്ചയായും. അതായത് കുറച്ചുകൂടി തിരയുണ്ട്. കാരണം ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സമയപരിമിതിയുണ്ട്. 11 മണിയോടെ ഏറെക്കുറെ നടത്തേണ്ട ഉച്ചയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം SPG കൈമാറണം. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അതായത് തെരച്ചിൽ നടപടികൾ ഞായറാഴ്ചയും തുടരണമെന്ന് ജനപ്രതിനിധികളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ പിന്നെയുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഇതോടൊപ്പം ആദ്യം മുതലേ ഉണ്ട്. ഇവിടെ ഇന്ന് ജനകീയ തെരച്ചിലിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങള് തുടക്കം മുതലുള്ള സംഘടനയാണ് ടീം വെൽഫെയർ. നമ്മള് ഇന്ന് ജനകീയ തെരച്ചിലാണ് നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം ഇവിടെയുള്ള ലോക്കൽ ആളുകളെയും ചേർത്തിട്ട് നമ്മളൊരു സിസ്റ്റം എന്താണെന്ന് വെച്ചാല് ബോഡി അന്വേഷിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇവിടെ മാലിന്യമുക്തമായ ഒരു സംവിധാനം, അതാണ് ചാക്കുകളുണ്ട്, കൈക്കോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ 2 വർക്കും കൂടിയും കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഉള്ള സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഇവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഈ ജനകീയ തെരച്ചിൽ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് സമയപരിമിതിയുണ്ട്. ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് വൈകുന്നേരം വരെ ആയിരുന്നു. അതേസമയം സമയപരിധി കൊണ്ട് നിർത്തുമ്പോൾ
എന്തായാലും ഞായറാഴ്ച കൂടി നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്. മറ്റന്നാൾ കൂടി ഈ തെരച്ചിൽ നടത്തിയാൽ പരമാവധി ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ തീർച്ചയായിട്ടും അസ്ലം അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതീക്ഷ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ തിരച്ചിലിന്റെ ദൗത്യം. നമുക്കറിയാം അവിടെ സന്നദ്ധ പ്രവർത്തകരടക്കം എത്തിച്ചേർന്നുകൊണ്ട് വളരെ ഊർജിതമായ ഒരു തിരച്ചിലാണ് ഇന്നിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 11 മണിവരെയാണ് തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ പ്രകാരം SPGക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം കൈമാറേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ തന്നെ ടി സിദ്ദിഖൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇന്നിപ്പോൾ 11 മണിയോടെ പ്രവർത്തനം നിർത്തും. നാളെ തിരച്ചിലുണ്ടാകാൻ സാധ്യതയില്ല. പ്രധാനമന്ത്രി വരുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ചയും ഇതേ സമാനമായ രീതിയിൽ തന്നെ ആളുകളെ നിർത്തിക്കൊണ്ട്, അതായത് ഈ ജനകീയ തിരച്ചിൽ വീണ്ടും ആരംഭിക്കണം എന്നുള്ള ഒരു ആവശ്യം അത് പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെക്കുമെന്ന് തോന്നുന്നു. കാരണം എല്ലാ ആളുകളുടെയും മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന സംശയമുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരെയും ഒപ്പം തന്നെ ദൗത്യസേനയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ദൗത്യമാണ് ഇന്നിപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്.